ലൈറ്റ്സ് അപ്പിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഇന്ന് CSIRൽ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്ന കുറച്ച് വേക്കൻസികളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. CSIRൻ്റെ കീഴിൽ, അതായത് ഇപ്പോൾ തിരുവനന്തപുരത്തെ പാപ്പനംകോടുള്ള CSIRലേക്ക് ഇപ്പോൾ കുറച്ച് വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ CSIRൻ്റെ +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള വേക്കൻസികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ വേക്കൻസികൾ തന്നെയാണ് ഇപ്പോഴും തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് 3 വേക്കൻസികളോളം 10 +2 കാർക്ക്, കൂടാതെ 35 വാക്കുകൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പരിജ്ഞാനമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 63,200 രൂപ വരെ ശമ്പളം കിട്ടും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് S&Pയും കൂടാതെ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്കും 2 വേക്കൻസികളോളം 10 +2 കാർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. 26,624 രൂപയോളം കിട്ടും. സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് ഒരു വേക്കൻസിയാണുള്ളത്. എക്സ് സർവീസ്മാൻ, JCU, ആർമിയിലൊക്കെ വിരമിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1,12,400 രൂപ വരെ അതിന് സാലറി കിട്ടും. സോ ഇതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടുള്ള ടൈപ്പിംഗ് സ്പീഡും കാര്യങ്ങളും നോക്കി ഓൺലൈൻ എക്സാമിനേഷൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് എക്സാമിനേഷനിൽ, അതായത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നത്. കൂടാതെ പോസ്റ്റിങ്ങിൽ വേണ്ടിയിട്ടുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് 35 വാക്കുകൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. കൂടാതെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സിലബസ് ഏത് റേഞ്ചാണ്, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. OMR ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ടെസ്റ്റ് ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആയിരിക്കും. 12ാം ക്ലാസ് ലെവലിലുള്ള 200 മാർക്കിനുള്ള 2.5 മണിക്കൂറുള്ള എക്സാമിനേഷനാണ് ചോദിക്കുന്നത്. സോ അത് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് 100 മാർക്കിൻ്റെതും 200 മാക്സിമം മാർക്കാണ്. നെഗറ്റീവ് മാർക്ക് കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത്തതിന് ജനറൽ അവെയർനെസ്സിനും ഇംഗ്ലീഷ് ലാംഗ്വേജിനും 50 മാർക്ക്, 50 ക്വസ്റ്റ്യൻ ഉള്ളതിന് നെഗറ്റീവ് മാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഇതിൽ പറഞ്ഞിട്ടുള്ള 100 രൂപ എക്സാമിനേഷൻ ഫീസോട് കൂടി വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. കാരണം 11/10/2021 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. കൂടാതെ ഇതിൻ്റേതായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ അലവൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. 11/10/2021 കണക്കാക്കിയിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം കണക്കാക്കുന്നത്. ഡിസബിലിറ്റീസ് ഉള്ളവർക്കും പ്രത്യേകം വെയിറ്റേജും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അക്കൗണ്ട് നമ്പർ, അതായത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഓൺലൈനായിട്ട് അവരുടെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. 6/9/2021 മുതൽ 5:30 വരെ, അതായത് 11/10/2021 5:30 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാൻ കഴിയും. വുമൺ കാൻഡിഡേറ്റ്സിനും കാര്യങ്ങൾക്കും എല്ലാം വുമണിനും പിന്നെ കൂടാതെ SC ST PWD കാൻഡിഡേറ്റ്സിനും ഒന്നും തന്നെ ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നിരിക്കുന്ന രീതിയിൽ, അതായത് നിങ്ങളുടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഇതിലേക്ക് കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവർ തന്നിരിക്കുന്ന അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. സോ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.